സംഘടനയിലെ എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മലയാറ്റൂർ വള്ളംകളിക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ വള്ളങ്ങള് ഇവിടെ അണിനിരക്കും, ജലഘോഷയാത്രയ്ക്കായി അണിനിരക്കുന്നത് വരെ ഉള്ളൂ ഈ പൊതുയോഗം. നമ്മുടെ നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികൾ, നേതാക്കന്മാര്, മതസാമുദായിക സംഘടനാ നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ ആദരണീയനായ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. വളരെ ഭംഗിയായി വള്ളങ്ങൾ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. തിക്കും തിരക്കും കാണുമ്പോൾ ഇത് വരും വർഷവും ഇതിലേറെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വള്ളംകളി മത്സരം ഇവിടെ നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ വള്ളംകളി മത്സരത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നല്ലൊരു വിജയം കൈവരിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ട്രോഫിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഇരുട്ടുകുത്തി ഉൾപ്പെടെ 5 or 6 വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോ ശരിക്കും ഈ 8-9 ചെറിയ വള്ളങ്ങൾ വെച്ച് വള്ളങ്ങൾ നടത്തുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഒരു ക്രൗഡ് എന്നൊന്നും നമ്മുടെ മനസ്സിൽ അത്ര വലിയ ഒരു മാനസികാവസ്ഥ ഇവിടെ വേദിയിലെ പലരും പറഞ്ഞ പോലെ എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ഇപ്പോ മണിക്കൂറുകൾക്ക് മുമ്പ് വരെയുള്ള അവസ്ഥ അല്ലേ ഇപ്പോ ഏതാണ്ട് ഈ ജോയ് ആവോക്കാരന്റെയും മുൻ മന്ത്രിയുടെയും മുൻ MLA-യുടെയും ഈ ക്ഷണിക്കപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ സംഘാടക സമിതിയിലെ ഒരുപാട് അംഗങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയങ്കരനായ MP നമ്മുടെ ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വള്ളം വലിക്കുമ്പോൾ അമരത്തും അണിയത്തും ആള് വേണം. നിങ്ങൾ ഇതിന്റെ അമരക്കാരനും അണിയക്കാരനുമാ. അപ്പോ നിങ്ങൾ ഈ അമരക്കാരനും അണിയക്കാരനും കൂടി നമ്മുടെ MP-യും MLA-യും അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റും എല്ലാവരും കൂടി ചേർന്ന് ഈ നമ്മുടെ ഫ്ലാഗ് ഇവിടെ വീശി കാണിക്കുന്നു. ആ സമയത്ത് ജലഘോഷയാത്ര ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജലഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഈ വള്ളക്കാരനോട് പ്രത്യേക ഒരു അറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ ജലഘോഷയാത്ര ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങി അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകണം. ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഈ ജലഘോഷയാത്രയിലെ വള്ളത്തിന് പ്രത്യേക ക്യാഷ് അവാർഡ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പോലീസ് സേനയുടെ രഹസ്യ വിഭാഗം ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നുണ്ട്. സ്പെഷ്യൽ സ്ക്വാഡ് ഇവിടെ ചാരി നിൽക്കുന്ന ഈ കൈവരിയിൽ നീന്തൽ അറിയില്ലെങ്കിൽ വള്ളങ്ങള് ജലഘോഷയാത്രയ്ക്ക് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. മലയാറ്റൂര് ആദ്യമായിട്ട് വള്ളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ആ മാലാഖമാരുടെ കരങ്ങൾ വള്ളങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ അഭിമാനം, നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ജലഘോഷയാത്രയിൽ പങ്കെടുത്ത് എല്ലാ വള്ളങ്ങളും ഒന്ന് കറങ്ങി അങ്ങോട്ട് പോകണം. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചെല്ലണം. നമ്മുടെ സ്റ്റാർട്ടർ ജിബിൻ സാറും സഹപ്രവർത്തകരും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ ഫിനിഷിംഗ് പോയിന്റിലെ ജഡ്ജ്മെന്റിന് സൗകര്യം ഒരുക്കിക്കൊണ്ട് ഒരു ക്യാമറമാൻ ഉൾപ്പെടെ അവിടെ സംവിധാനം ഉണ്ടാവണം. എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥന പറയുന്നു. വീണ്ടും വേദിയിലേക്ക്. ഓക്കെ, ജലഘോഷയാത്ര ആരംഭിച്ചു. കഴിഞ്ഞാൽ പ്രിയപ്പെട്ട എല്ലാ വള്ളങ്ങളും അവിടെ വന്ന് അങ്ങോട്ട് പക്കയാട്ടോ ലൈറ്റ് ആൾക്കാരുണ്ടായിരുന്നു, പ്രകൃതിയുടെ ആൾക്കാരുണ്ടായിരുന്നു, ഫയർ ആൻഡ് റെസ്ക്യൂസിന്റെ ആൾക്കാര്, വോളണ്ടിയേഴ്സിന്റെ സംഘം, വില്ലേജിന്റെ സംഘം, അങ്ങനെ ഈ ഇതിന് ബന്ധപ്പെട്ട എന്തൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടോ അവരെല്ലാവരും വന്നിട്ട് കരുതി നമ്മുടെ സ്റ്റാർട്ടറായി വർക്ക് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടറെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവിടെ നിന്ന് നമ്മുടെ വള്ളങ്ങൾ തയ്യാറായിട്ട് നിൽക്കണം. പ്രിയപ്പെട്ട നമ്മുടെ നല്ല ഇടയൻ വള്ളം ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി ഏതാണ്ട് തൃപ്രയാറ് കണ്ടശാങ്കടവിൽ നിന്ന് രാവിലെ പുറപ്പെട്ടതാ വെളുപ്പിന്. അപ്പോഴാണ് ചെറിയൊരു തട്ട് കിട്ടി ഇത് ഉണ്ടായത്. പക്ഷെ എങ്കിൽ കൂടിയും അവരെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിന് ഞാൻ നന്ദി പറയുക, കാരണം ഇവിടെ വഞ്ചി ഇവിടെ എത്തി. ആവേശം കയറി നമ്മുടെ മുന്നിൽ നിന്ന് കാണുന്ന കുഞ്ഞുമക്കള് വെള്ളത്തിലേക്കൊക്കെ വീഴാതെ ശ്രദ്ധിക്കണം. അവര് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഉത്സവമായ ഈ മഹാശക്തിയായ ഏതായാലും നമുക്ക് കരയിൽ നിന്നൊരു മത്സരം നടത്തുമ്പോൾ റെഡി 1 2 3 എന്ന് പറഞ്ഞ് വിസിലടിച്ച് വിട്ടാൽ അവർ ഓടി വന്നിട്ട് പുൽത്തകടിയിലൊന്ന് വീണാലും സമാധാനമുണ്ട്. ഇവിടെ അതല്ല,
പ്രിയപ്പെട്ട വള്ളങ്ങള് 3 ജല ജെട്ടുകള് അങ്ങനെ എഴുതി വിട്ട ശരങ്ങളെ പോലെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രിയപ്പെട്ട കാണികള് നമ്മുടെ മനോഹരമായ ആ ഒരു ദൃശ്യവിരുന്നിന് വേണ്ടി കടന്നു വരുമ്പോൾ നടുവത്തെ ട്രാക്കിലൂടെ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വേളാങ്കണ്ണി മാത ഒന്ന് പതുക്കെ ഒരിത്തിരി പിന്നിലേക്ക് പോയോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല നമ്മുടെ പ്രിയപ്പെട്ട അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വേളാങ്കണ്ണി മാതാവും അതോടൊപ്പം തന്നെ കൊഞ്ഞനത്തമ്മ നമ്പർ 3 ഒരു ശക്തമായ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കുതിച്ചു പാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അയ്യടാ പോയടാ ഒരു വർഷം ഉയർത്തിക്കൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കുതിച്ചു പാഞ്ഞ് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ നല്ല സുന്ദരമായ ഒരു നല്ലവരിയാണ് അതിനുള്ള സാക്ഷികൾ. മനോഹരമായിട്ടുള്ള ജലോത്സവത്തിന്റെ ആദ്യപാദ മത്സരം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 3 ജലരാജാക്കന്മാരും ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് നമുക്ക് മുൻപിലൂടെ കടന്നുപോയപ്പോൾ ഇനി വരാനിരിക്കുന്നത് ഇതിനേക്കാൾ ഗംഭീരമായ ഇതിനേക്കാൾ വാശിയേറിയ ശക്തമായിട്ടുള്ള മത്സരങ്ങൾക്ക് എന്തായാലും ഇനി അടുത്ത പാദ മത്സരത്തിൽ എ ട്രാക്കിലൂടെ പൊന്നിനത്തമ്മ നമ്പർ 2 ഇടിമാൽ ബോട്ട് ക്ലബ്ബ് കൊടുങ്ങല്ലൂരിന്റെ അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ ടിറ്റു അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനും നീരജ് അതിന്റെ അണിയത്തും മണികണ്ഠൻ കപ്പിത്താൻ പറഞ്ഞിൽ അതിന്റെ അമരത്വം നിന്ന് കൈയാളിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഈ ട്രാക്കിലൂടെ കടന്നു വരുന്ന പെഗസസ് അതെ നമ്മുടെ മലയാറ്റൂരിന്റെ ഈ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ടീം പെഗസസിന്റെ മുന്നിൽ അല്ലെ പെഗസസ് എന്ന് പറയുമ്പോൾ നേരത്തെ പന്ത്രണ്ട് പറഞ്ഞ പറക്കും കുതിര ആവേശത്തോടെ തുളകൾ നിന്ന് ആരംഭിച്ചപ്പോൾ എ ട്രാക്കിലൂടെ വിജയമാല നമ്പർ 1 ഈ ട്രാക്കിലൂടെ പെഗസസും കടന്നു വരുന്നു. എന്തൊരു തുഴച്ചിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ വെള്ളപ്പങ്കായങ്ങളും നീലപ്പങ്കായങ്ങളും ഒക്കെ ഈ നക്ഷത്ര തടാകത്തെ കൂരിത്തരിപ്പിച്ചുകൊണ്ട് ഈ നക്ഷത്ര തടാകത്തിന്റെ ഇരുമാറിലൂടെ ആ ജലഗണികൾക്കിടയിലൂടെ ശക്തിയായി തുളകൾ എറിഞ്ഞുകൊണ്ട് നല്ല സുന്ദരമായ ഒരു കാഴ്ച സമ്മാനിച്ചുകൊണ്ട് ഇതാ നമുക്ക് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം 2 ട്രാക്ക് വരെ മുന്നിടുമ്പോൾ എനിക്ക് തോന്നുന്നു എ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഇരുമാൽ ബോട്ട് ക്ലബിന്റെ ചുണക്കുട്ടന്മാർ ഒരൽപ്പം മുൻപിലാണ്. അതിന്റെ ക്യാപ്റ്റനായ രഞ്ജനും ലീഡിംഗ് ക്യാപ്റ്റനായ ടിറ്റവും അതിന്റെ അണിയത്ത് നീരജും അതിന്റെ അമരത്ത് മറികണ്ഠൻ കപ്പിത്താൻ പറമ്പും ഇക്കഴിഞ്ഞ ജലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് ഒട്ടനവധി ട്രോഫികൾ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള ഇരുമാൽ ബോട്ട് ക്ലബ് കൊടുങ്ങല്ലൂരിന്റെ ചുണക്കുട്ടന്മാർ ഇക്കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ചരിത്രം തിരുത്തി കൊടുത്തുകൊണ്ട് തൃശ്ശൂര് വടക്കുന്നാളിന്റെ മണ്ണിലേക്ക് നെഹ്റു ട്രോഫി എത്തിച്ച ഇരുമാൽ ബോട്ട് ക്ലബ് ചുണക്കുട്ടന്മാർ അവരിവിടെ പിടിവിട്ട് വരികയാണ്. എതിരാളികളെ നിഷ്കരണം പോലെയാക്കിക്കൊണ്ട് ശക്തിയോടെ അണിയക്കാരന്റെ പങ്കായം മറച്ചിലൊക്കെ കണ്ടില്ലേ നീരജ് അങ്ങനെ ആ പങ്കായത്തിന്റെ പെരുക്കത്താളം മറക്കുമ്പോൾ എതിരാളിയെ മുന്നിലും പിന്നിലും കയറ്റാനും പുറയിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അങ്ങനെ രുദ്രാമാല നമ്പർ 1 പെഗസസ് ആവേശത്തോടെ അങ്ങനെ ശക്തിയോടെ തുണകൾ എറിഞ്ഞുകൊണ്ട് എന്തൊരു ശക്തി നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രുദ്രമാല നമ്പർ 1 കാണുപോയെങ്കിലും എന്തായാലും ആവേശം ഒട്ടും ചേരാതെ ഞങ്ങളുമുണ്ട് ഈ മലയാറ്റൂർ ജലോത്സവത്തിൽ ശക്തമായി പോരാടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലിത്താട് ബോട്ട് ക്ലബ്ബ് നമ്മുടെ മലയാറ്റൂരിന്റെ കൈക്കരുത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പെഗസസ് വെള്ളം ജലത്തിന് മീതെ പറക്കാൻ തയ്യാറാകുന്ന ഇല്ലിത്തോട് എനിക്ക് തോന്നുന്നു വള്ളംകളി പാരമ്പര്യം ഇനി വരുന്ന വർഷങ്ങളിൽ അത് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവരെയും നോക്കേണ്ടതുണ്ട്. എല്ലാവരെയും കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. അപ്പോ നമ്മൾ ഒന്ന് നോക്കി കൃത്യതയോടുകൂടി ജലോത്സവം കണ്ട് ആസ്വദിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഈ മലയാറ്റൂരിന്റെ ജലോത്സവ ട്രാക്കിന് വിട്ടുപോകുന്നതിനുള്ള ഒരുക്കങ്ങൾ നിങ്ങളും സ്വയം സ്വീകരിക്കണം. എന്തായാലും അടുത്ത മത്സരത്തിനായ സ്റ്റാർട്ടിംഗ് കണക്കിന് അതൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുക. മലയാറ്റൂർ വള്ളംകളിക്ക് ആവേശമായി വേണമെങ്കിൽ മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് 2 വള്ളംകളി ആരാധകർ നല്ല വിദേശത്തേക്ക് ഉൾപ്പെടെ കയറ്റിയേക്കുന്ന നമ്മുടെ മട്ടാനാട് ആ വടിറോസ് ജെറ്റുകളെ പോലെ എഴുതുവിട്ട ശരങ്ങളെ പോലെ തോക്കിൽ നിന്നും കാഞ്ചി വലിച്ചുവിട്ട വെടിയുണ്ട പോലെ അങ്ങനെ കടന്നു വരുമ്പോൾ ഇതാണ് മത്സരം. ഇതാണ് വാട്ടർ ട്രാക്കിലൂടെ കടന്നു വരുന്ന ജലയാനങ്ങളുടെ കുതിച്ചുപായല്. എത്ര സുന്ദരമാണ്, എത്ര ആവേശമാണ്. ഇനിയും മത്സരങ്ങൾ എങ്ങനെ കടന്നു വരാൻ കാത്തു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ 1ഉം 2ഉം ട്രാക്കിലെ പ്രിയപ്പെട്ട നമ്മുടെ പൊന്നിനത്തമ്മ നമ്പർ 2 ഒന്നാമത്തെ ട്രാക്കിലൂടെ നല്ല ഇടയൻ, 2ാമത്തെ ട്രാക്കിലൂടെ അന്തിമഹാകാലൻ, 3ാമത്തെ ട്രാക്കിലൂടെ പ്രിയപ്പെട്ടവരെ ക്യാമറാമാൻ ശ്രദ്ധിക്കുക, ഫിനിഷിംഗ് പോയിന്റ് ശ്രദ്ധിക്കുക. ഒപ്പത്തിനൊപ്പം 3 ജലയാനങ്ങൾ ഒരു ഫൈനൽ മത്സരത്തിൽ എന്ന പോലെ എന്തൊരു കുതിച്ചുവരവ്, എന്തൊരു ആവേശം,
ഇതിന് ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കുതിച്ചു കയറുകയെന്ന് പ്രവചിക്കാൻ കഴിയാത്ത എന്തൊരു മത്സരം, എന്തൊരു കൈക്കരുത്ത്, എന്തൊരു ആവേശം, എത്ര സുന്ദരമായ മത്സരം. ഏതാണ്ട് ജഡ്ജസിനെ പോലും കുഴക്കുന്ന രീതിയിൽ ഏതാണ്ട് ആവേശത്തിന്റെ മുത്തുമണികൾ വാരി നിറഞ്ഞ മത്സരം കാഴ്ചവെച്ച് ഇങ്ങോട് ഇഞ്ച് പൊരുതിക്കൊണ്ട് കടന്നു വരുമ്പോൾ അട്ടിമറി വിജയത്തിന് കുതിച്ചു പായുന്ന ജലരാജാക്കന്മാർ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് നോക്കിക്കേ, അവിടെ നിന്ന് മത്സരം ആരംഭിച്ചു. എന്റെ പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ, ശക്തമായിട്ടുള്ള നിറസാന്നിധ്യമായിട്ടുള്ള ഈ നക്ഷത്ര തടാകത്തെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് 5 കളിവള്ളങ്ങളും ഒരേപോലെ ഒറ്റ മനസ്സോടെ ഒറ്റ ശ്വാസത്തിൽ അവിടെ നിന്ന് പോരാടിക്കൊണ്ട് കടന്നു വരുന്നു. എന്നാലും ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഫൈനൽ മത്സരത്തിന് മുന്നേയുള്ള ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മത്സരം. എത്ര സുന്ദരമാണ് ഈ സായം സന്ധ്യയിൽ ഈ നക്ഷത്ര തടാകത്തിന്റെ ജലകളികൾക്ക് പോലുമില്ലേ ഈ പോരാട്ട വീര്യത്തിന്റെ കഥ പറയുവാൻ. എന്തായാലും ഒരു ട്രാക്ക് ദൂരം മുന്നിടുമ്പോൾ ആരാണ് മുമ്പിൽ ആരാണ് പിന്നിൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എങ്കിൽ കൂടി 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പഞ്ഞിടത്തുള്ള നമ്പർ 2 ആണ്, 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന വേളാങ്കണ്ണി വാതയാണ്, 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നല്ലടയാണ്, 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന അന്തിമഹാകാവനാണ്, അത് 5ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പെഗാസസ് ആണ്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു മത്സരം. എനിക്ക് തോന്നുന്നു 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പഞ്ഞിടത്തുള്ള നമ്പർ 2 PDBC പൈനൂരിന്റെ കൈക്കരുത്തിലുള്ള ആ ചുടക്കുട്ടന്മാർ, ആ തുഴകളൊക്കെ കറക്കി എറിഞ്ഞ് എത്ര ശക്തമായി ആ തുഴകളിൽ സർവശക്തിയുമായി വരുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങേ അറ്റത്തോടെ കറങ്ങാറുന്ന മനോഹരമായിട്ടുള്ള പെഗാസസ് ആണ്. ജലോത്സവത്തിന്റെ നെറുകയിൽ 5 കളിവള്ളങ്ങളും ശക്തിയോടെ തുണകൾ എറിഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ മത്സരം അവസാനിച്ചിട്ടില്ല. 2 ടീമുകൾ ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് കെട്ടിട്ട് പോരടിച്ചുകൊണ്ട് എന്തായാലും ഈ വാട്ടർ ട്രാക്കിന് ഈ മനോഹരമായിട്ടുള്ള ഈ ജലമോമാങ്കത്തിന് ഈ നെട്ടയത്തെ പൊന്മലകേറ്റം. പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ മലയാറ്റൂര് വരുമ്പോൾ ആ പൊന്നും കുരിശ് മുത്തപ്പന്റെ തിരുമുടിയിലേക്ക് എത്താൻ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. അല്ലെ, എത്രയെത്ര സാഹിത്യകാരന്മാരാണ്, എത്രയെത്ര മഹാകവികളാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാറ്റൂരിന്റെ ഈ സ്വപ്ന തടാകത്തിനെ കുറിച്ച്, ഈ പ്രിയപ്പെട്ട ഇവിടുത്തെ സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള പ്രിയപ്പെട്ട ഇവിടുത്തെ കുറിച്ച് ധരിച്ച നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും എല്ലാവരും കണ്ടോ, അവരുടെ ദ്വാരകളൊക്കെ എടുത്തു കഴിഞ്ഞു. അവർക്ക് ആവേശം കൊടുത്ത് അങ്ങനെ കൈവീശി കാണിക്കുന്നു, കൈയടിച്ച് കാണിക്കുന്നു. സുന്ദരമായി ആവേശം കൊള്ളുന്ന സുന്ദരമായ മുഹൂർത്തം. ക്യാമറമാരെ ശ്രദ്ധിക്കണം കേട്ടോ, ജഡ്ജസ് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം 3 വള്ളങ്ങളും കൃത്യത പാലിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ സുന്ദരമായ ഒരു സായാഹ്നത്തില് പശ്ചിമാംബരനായ സൂര്യൻ ഏതാണ്ട് അസ്തമയ സൂര്യനായി അങ്ങോട്ട് പടിഞ്ഞാറേക്ക് ചലിക്കുമ്പോ ആ സൂര്യൻ പോലും ഒന്ന് സ്തംഭിച്ചു നിന്നു. ഇതെന്താണ് ഈ കാണുന്നത്? ഈ നക്ഷത്ര തടാകത്തില്, ഈ മണപ്പാട്ടി ചിറയില്, ഇതാ ആ പൊയ്കയില് നടത്തിക്കൊണ്ട് 3 വള്ളങ്ങള് ഇഞ്ചുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആവേശത്തിന്റെ മുത്തുമണികൾ എന്തൊരു മത്സരം!